KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ആദർശ പ്രസ്ഥാനം ഉയർക്കൊണ്ട ഭൂമികയിൽ മറ്റൊരു ചരിത്രം കൂടി പിറവിയെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നു. കാന്തപുരം ഉസ്താദ് ചെയർമാൻ. സഖാഫി പണ്ഡിതന്മാരുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ച് ഇതര സംസ്ഥാനങ്ങളിലെ സഖാഫി സംഗമങ്ങൾക്ക് നാളെ തുടക്കം. കാസർഗോഡ് ജില്ലാ സമസ്ത മുഷാവറ നാളെ കാന്തപുരം ഉസ്താദ് സംബന്ധിക്കും. തമിഴ്നാട്ടിലെ സെൻട്രൽ ജയിലുകൾക്ക് ഭീകരസംഘടനയായ അൽ-ഖായിദയുടെ ഭീഷണി. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ CA-കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യൻ ബാലൻ. എൻഡോസൾഫാൻ നിർവീര്യമാക്കൽ അവതാളത്തിൽ ദുരിതബാധിതർ വീണ്ടും സമരത്തിന്. ആദ്യഘട്ട വോട്ടിംഗ്. ബീഹാറിൽ 49 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലെ സെൻട്രൽ ജയിലുകൾക്ക് ഭീകരസംഘടനയായ അൽ-ഖായിദയുടെ ഭീഷണി. തൃച്ചി, കോയമ്പത്തൂർ, മധുര, വെല്ലൂർ സെൻട്രൽ ജയിലുകളിലെ സൂപ്രണ്ടുമാർക്കാണ് ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. കത്തിൽ ഒസാമ ബിൻ ലാദന്റെ ചിത്രവും പതിച്ചിട്ടുണ്ട്. ജയിൽ വാർഡന്മാരെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന് തീവ്രവാദ കേസിൽ പ്രതികളായ തടവുകാരെ വിവിധ ജയിലുകളിലേക്ക് മാറ്റിയിരുന്നു. ഇത് ഉന്നയിച്ചാണ് ഭീഷണിക്കത്ത് അയച്ചിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാർട്ടേഡ് അക്കൌണ്ടന്റ് എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യൻ ബാലൻ. ദുബൈയിൽ നിന്നുള്ള 18-കാരനായ രാംകുമാർ രാമനാണ് അപൂർവ റെക്കോർഡിന് ഉടമയായത്. ദുബായ് ഇന്ത്യൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ രാംകുമാർ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൌണ്ടന്റ്സ് പരീക്ഷ ജയിച്ചാണ് റെക്കോർഡിനുടമയായത്. കഴിഞ്ഞ 3 വർഷത്തെ കഠിനാധ്വാനമാണ് തനിക്ക് വിജയം തന്നതെന്ന് രാംകുമാർ പറയുന്നു. CA പരീക്ഷയുടെ 14 പേപ്പറുകളും ആദ്യാവസരത്തിൽ തന്നെ രാംകുമാർ വിജയിച്ചു. തമിഴ്നാട്ടിലെ ചെന്നൈ സ്വദേശിയാണ് രാംകുമാർ. ആദ്യഘട്ട വോട്ടിംഗിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിച്ച ബീഹാറിലെ 49 മണ്ഡലങ്ങളിൽ നാളെ ജനം വിധിയെഴുതും. ആകെ 243 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്തിന്റെ തെക്കുകിഴക്കൻ മേഖലയിൽപ്പെട്ട സീറ്റുകളിലേക്കാണ് നാളെ തിരഞ്ഞെടുപ്പ് നടക്കുക. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കനത്ത പ്രചാരണമാണ് സംസ്ഥാനത്ത് നടന്നത്. ഹിന്ദുക്കളും ബീഫ് കഴിക്കുമെന്ന ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവനയും തുടർന്നുണ്ടായ വാഗ്വാദവുമാണ് പ്രചാരണ പ്രസംഗങ്ങളെ തീവ്രമാക്കിയത്. തനിക്കുപറ്റിയ നാക്കുപിഴയാണെന്ന് ലാലു തിരുത്തിയെങ്കിലും നരേന്ദ്രമോദി വിടാൻ തയ്യാറായില്ല. യാദവ വംശത്തെ തന്നെ ലാലു അപഹസിച്ചിരിക്കുകയാണെന്ന് മോദി തിരിച്ചടിച്ചു. നരഭോജിയെന്നും കാലിത്തീറ്റ കള്ളനെന്നും മറ്റുമുള്ള ആക്ഷേപങ്ങളിലൂടെ ഇരുവരും പ്രചാരണം പ്രസംഗം വീണ്ടും കൊഴുപ്പിച്ചു. ഇന്നലെ 5 മണിയോടെ ശബ്ദമുഖരിതമായ പ്രചാരണങ്ങൾക്ക് അവസാനമായി. ഇനി ഒരു നാൾ നിശബ്ദ പ്രചരണം. പിന്നെ നാളെ രാവിലെ 49 മണ്ഡലങ്ങളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലെത്തും. 9 ജില്ലകൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ 583 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 7.2 ലക്ഷം പുരുഷ വോട്ടർമാരും 6.3 ലക്ഷം സ്ത്രീ വോട്ടർമാരും 405 മൂന്നാം ലിംഗ വോട്ടർമാരുമാകും നാളെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇവർക്കായി 13,212 പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്ഥാനാർത്ഥികളിൽ 130 പേർക്കെതിരെ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. 16 പേർക്കെതിരെ കൊലക്കുറ്റവും 37 പേർക്കെതിരെ വധശ്രമക്കുറ്റവുമാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. നാളെ ജനവിധി തേടുന്ന JDU-വിലെ നരേന്ദ്രകുമാറിനെതിരെ 15 കേസുകൾ നിലവിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എൻഡോസൾഫാൻ നിർവീര്യമാക്കൽ അവതാളത്തിൽ ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് പദ്ധതിയാണ് പൂർത്തിയാക്കാനാവാത്തത്. ദുരിതബാധിതർ വീണ്ടും സമരത്തിനിറങ്ങുകയാണ്. ദുരിതബാധിതരുടെ അമ്മമാർ ദേശീയപാത ഉപരോധിക്കും. വിശദമായ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരത്തിനിറങ്ങുമ്പോഴും 2000 ലിറ്ററോളം എൻഡോസൾഫാൻ നിർവീര്യമാക്കൽ അവതാളത്തിലായി. പാലക്കാടും കാസർകോടും സൂക്ഷിച്ച എൻഡോസൾഫാൻ വിഷരഹിതമാക്കി നശിപ്പിക്കാനുള്ള നടപടികളാണ് അനിശ്ചിതത്വത്തിലായത്. മുഖ്യമന്ത്രി വാക്കുപാലിക്കണമെന്നാവശ്യപ്പെട്ട് ദുരിതബാധിതരുടെ അമ്മമാർ ബുധനാഴ്ച ദേശീയപാത ഉപരോധിക്കാനിരിക്കുകയാണ്. കൊച്ചി ജില്ലാ കലക്ടറുടെ എതിർപ്പിനെ തുടർന്നാണ് നിർവീര്യമാക്കൽ പദ്ധതി അടുത്തിടെ മുടങ്ങിയത്. കാസർകോട്, പാലക്കാട്
പാലക്കാട് എന്നിവിടങ്ങളിലെ വിവിധ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിട്ടുള്ള 1894 ലിറ്റർ എൻഡോസൾഫാൻ നശിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് പദ്ധതിയാണ് പൂർത്തിയാക്കാനാവാത്തത്. എറണാകുളം ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡിന്റെ ഉദ്യോഗ മണ്ഡലിലെ പ്ലാന്റിൽ എൻഡോസൾഫാൻ വിഷരഹിതമാക്കിയ ശേഷം അമ്പലമേട്ടിൽ നശിപ്പിക്കാനായിരുന്നു ലക്ഷ്യം. കൊച്ചിയിൽ നടന്ന വിദഗ്ധ സംഘത്തിന്റെ യോഗത്തിൽ ജനരോഷം ഭയന്ന് ഇത് അനുവദിക്കാനാവില്ലെന്ന് എറണാകുളം കളക്ടർ MG രാജമാണിക്യം എതിർത്തതോടെയാണ് പദ്ധതി മുടങ്ങിയത്. കാസർഗോഡ് ജില്ലയിൽ രാജപുരം, പെരിയ, ചീമേനി എസ്റ്റേറ്റുകളിലായി 1500 ലിറ്ററും പാലക്കാട് മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ 394 ലിറ്ററും എൻഡോസൾഫാനാണ് ബാരലുകളിലായി സൂക്ഷിച്ചത്. നഞ്ചമ്പറമ്പിൽ കുഴിച്ചുമൂടിയ എൻഡോസൾഫാനും ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. കാസർഗോഡ് എൻഡോസൾഫാൻ 3 വർഷം മുമ്പാണ് പ്രത്യേക ബാരലിലേക്ക് മാറ്റിയത്. ഇക്കാലം അത്രയും അത് എവിടെ എങ്ങനെ നശിപ്പിക്കുമെന്ന് ആലോചനയിലും കൈകാര്യം ചെയ്യാനുള്ള വിദഗ്ധ സംഘത്തെ കിട്ടാനുള്ള അന്വേഷണത്തിലുമായിരുന്നു. ആഗോള ടെൻഡർ ക്ഷണിച്ചിട്ടും ആരും എത്തിയില്ല. ഇതു സംബന്ധിച്ച് പ്രദേശവാസികളുടെ ആശങ്കയകറ്റാനായിരുന്നു കൊച്ചിയിൽ യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ എറണാകുളം കളക്ടർ തന്നെ ഇതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെ നിർവീര്യമാക്കി നശിപ്പിക്കാനുള്ള ശ്രമം വിഫലമായി. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. I think for the nation, we of the tradition, struggling for salvation, we are against vice. I think for the nation, we of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമർ ധീരമ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ആദർശ പ്രസ്ഥാനം ഉയർക്കൊണ്ട ഭൂമികയിൽ 10,000ങ്ങളെ സാക്ഷിയാക്കി മറ്റൊരു ചരിത്രം കൂടി പിറവിയെടുത്തു. പൊതുസമൂഹം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രഖ്യാപനം വാരിയൻകുന്നിന്റെ സ്മരണകളുറങ്ങുന്ന കോട്ടക്കുന്നിന്റെ താഴ്വാരത്ത് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ധീരമായ ഇടപെടലുകളും ചാലകശക്തിയുമായി കേരള മുസ്ലിം ജമാഅത്ത് ജനങ്ങൾക്കിടയിൽ ഇന്നു മുതലുണ്ടാകും. വിമർശകരുടെയും മാധ്യമങ്ങളുടെയും മുൻധാരണകളെയും അഭിപ്രായ പ്രകടനങ്ങളെയും തിരുത്തിയാണ് പുതിയ പ്രസ്ഥാനത്തിന്റെ നയപരിപാടികൾ നിറഞ്ഞ സദസ്സിൽ കാന്തപുരം ഉസ്താദ് വിശദീകരിച്ചത്. രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കുന്നുവെന്ന പ്രചാരണങ്ങളെയെല്ലാം ആസ്ഥാനത്താക്കി സാമൂഹിക പുരോഗതിക്കും ജനനന്മയ്ക്കുമായിരിക്കും മുസ്ലിം ജമാഅത്ത് പ്രധാന പരിഗണന നൽകുക എന്ന പ്രഖ്യാപനം ആദർശ പോരാളികൾ ഹൃദയത്തിൽ സ്വീകരിച്ചാണ് മടങ്ങിയത്. സംഘടന കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമാകില്ല, എന്നാൽ ഇടപെടേണ്ടിടത്ത് ധീരമായി ഇടപെടുകയും ചെയ്യും. രാജ്യതാൽപര്യം സംരക്ഷിക്കുന്നതിനും രാഷ്ട്രീയ മൂല്യബോധം വളർത്തുന്നതിനും സംഘടനയ്ക്ക് പദ്ധതികളുണ്ട്. അതിലൂടെ മാത്രമാണ് രാജ്യത്തിന് വളർച്ചയും സമാധാനവും കൈവരിക്കാൻ കഴിയുകയെന്നാണ് മുസ്ലിം ജമാഅത്ത് നിരീക്ഷിക്കുന്നത്. പണ്ഡിതന്മാർക്കൊപ്പം പൌരപ്രമുഖരും വിവിധ മേഖലകളിലെ പ്രഗത്ഭരും ബഹുജനങ്ങളുമെല്ലാം മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി മാറുന്നതോടെ പ്രകടമായ മുന്നേറ്റങ്ങൾ സാമൂഹിക സേവന മേഖലകളിൽ നടത്താനാകും. പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ മുൻനിർത്തി കാലോചിതമായ പദ്ധതികളും പ്രവർത്തനങ്ങളും കേരള മുസ്ലിം ജമാഅത്ത് ഏറ്റെടുത്ത് നടപ്പാക്കും. മുസ്ലിം മഹല്ലുകളെ ക്രിയാത്മകമായി വളർത്തിയെടുത്ത് അവരുടെ മതബൌദ്ധിക പുരോഗതിക്കാവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽ സംരംഭങ്ങളും കാർഷിക സാമ്പത്തിക റിലീഫ് പദ്ധതികളും നടപ്പിൽ വരുത്താനും മുസ്ലിം ജമാഅത്ത് മുന്നിലുണ്ടാവും.
കേരള മുസ്ലിം ജമാഅത്തിന്റെ യൂണിറ്റ് മുതൽ സംസ്ഥാന തലം വരെയുള്ള ഘടകങ്ങളുടെ രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകുന്നതിനുള്ള സ്റ്റേറ്റ് ജില്ലാ അഡ്ഹോക്ക് സമിതികൾ പ്രഖ്യാപിച്ചു. 11 അംഗങ്ങളുള്ള അഡ്ഹോക്ക് കമ്മിറ്റിയാണ് സംസ്ഥാന തലത്തിൽ നിലവിൽ വന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചെയർമാനും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കൺവീനറും സയ്യിദ് അലി ബാഫഖിത്തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ജിലാനി വലത്തൂർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, KP അബൂബക്കർ മൗലവി പട്ടുവം, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, പ്രൊഫസർ KM റഹീം, A അഹമ്മദ് കുട്ടി ഹാജി, MN സിദ്ദീഖ് ഹാജി തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ. കാസർഗോഡ് ജില്ലാ സമസ്ത മുഷാവറ നാളെ രാവിലെ 7:30 ജില്ലാ സുന്നി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടക്കും. സമസ്ത ജില്ലാ പ്രസിഡന്റായിരുന്ന സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ടത്തങ്ങൾ വഫാത്തായതിനു ശേഷം ആദ്യമായി നടക്കുന്ന മുഷാവറയിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സഖാഫി പണ്ഡിതന്മാരുടെ ശാക്തീകരണത്തിനും അലുമിനി ഭവൻ പ്രചാരണത്തിനുമായി നടത്തിവരുന്ന സഖാഫി സംഗമങ്ങൾ കേരളത്തിനു പുറത്തുള്ള ഇതര നാടുകളിൽ നാളെ ആരംഭിക്കും. ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിലെ സഖാഫികളുടെ സംഗമം നാളെ മംഗലാപുരത്ത് ഹോട്ടൽ സൂര്യയിൽ നടക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സഖാഫി സംഗമത്തിൽ മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി കർമ്മ പദ്ധതികൾ അവതരിപ്പിക്കും. തറയിട്ടാൽ ഹസൻ സഖാഫി, അബ്ദുറഷീദ് സഖാഫി, സൈനി കക്കിഞ്ചെ, GM കാമിൽ സഖാഫി, DK ഉമർ സഖാഫി, മുഹമ്മദ് ശംബിൽ സഖാഫി തുടങ്ങി പ്രമുഖർ പ്രസംഗിക്കും. തുടർന്ന് ചിക്ക്മാംഗ്ലൂർ, കുടക്, നീലഗിരി മേഖലകളിലെ സഖാഫി സംഗമങ്ങൾ ഒക്ടോബർ 25-നകം നടക്കും. കേരളത്തിൽ കാസർഗോഡ് ജില്ലാ സഖാഫി പണ്ഡിത സംഗമം നവംബർ 5-ന് മഞ്ചേശ്വരം മദ്ഹറിലാണ് നടക്കുക. ഇതു സംബന്ധിച്ച് മർക്കസിൽ ചേർന്ന ജില്ലാ കോർഡിനേറ്റേഴ്സ് യോഗത്തിൽ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം സഖാഫി അൽ അസ്ഹരി കാന്തപുരം, തറയിട്ടാൻ ഹസൻ സഖാഫി, PKM സഖാഫി ഇരിങ്ങലൂർ, ലത്തീഫ് സഖാഫി പെരുമുഖം, കുഞ്ഞുമൊയ്തീൻ സഖാഫി വയനാട്, CP ഉബൈദുള്ള സഖാഫി ആവിലോറ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. കർണാടക ഉപ്പിനങ്ങാടി തെക്കാർ മൂടടക്കയിൽ മർഹൂം TH ഉസ്താദ് സ്ഥാപിച്ച അൽ മദീനത്തുൽ മുനവ്വറ എഡ്യൂക്കേഷണൽ സെന്ററിന്റെ 10ാം വാർഷിക മഹാസമ്മേളനത്തിന് തുടക്കമായി. ഇന്നലെ നടന്ന മുഅല്ലിം മുതാലിം സംഗമം, എഡ്യൂക്കേഷണൽ കൺവെൻഷൻ, പ്രാർത്ഥനാ സംഗമം എന്നിവയ്ക്ക് സയ്യിദ് കൂരിക്കുഴി തങ്ങൾ, MSM സൈനി കാമിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് വൈകിട്ട് 7:30 മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പ്രഭാഷണം നടത്തും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ആയിരങ്ങൾ സംബന്ധിക്കും. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം നെക്കിലാടിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലി സമ്മേളന നഗരിയായ ഉപ്പിനങ്ങാടിയിൽ സമാപിക്കും. വൈകിട്ടോടെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് മസ്ജിദ് ഉദ്ഘാടനം നിർവഹിക്കും. 5 മണിക്ക് ആരംഭിക്കുന്ന സമാപന സമ്മേളനത്തിൽ സയ്യിദ് കൂറത്ത് തങ്ങൾ, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, സൈനുൽ ഉലമ മാണി ഉസ്താദ്, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഷാഫി സൈദി ബാംഗ്ലൂർ, ഏനപ്പോഴ അബ്ദുള്ള കുഞ്ഞി ഹാജി, കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ, CM ഇബ്രാഹിം തുടങ്ങിയ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. യത്തീംഖാന, അഗതി മന്ദിരം, ദേവാ കോളേജ്, ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അൽ മദീനത്തുൽ മുനവ്വറ എഡ്യൂക്കേഷൻ സെന്ററിന് കീഴിൽ നടന്നുവരുന്നത്. ഹിഫ്ലുൽ ഖുർആൻ കോളേജ്, വനിതാ കോളേജ് തുടങ്ങിയവ നാളെ സമ്മേളന നഗരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും. പരിപാടികൾ തത്സമയം കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം സംപ്രേഷണം ചെയ്യും. സൌദി അൽക്കോബാർ സോൺ ഖുസാമ യൂണിറ്റ് സാഹിത്യോത്സവം സമാപിച്ചു. വിദ്യാർത്ഥികളിലുള്ള സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി SSF നടത്തിവരുന്ന സാഹിത്യോത്സവിന് ചുവട് പിടിച്ച് പ്രവാസ യൗവനത്തിന്റെ കൂട്ടായ്മയായ റിസാല സ്റ്റഡി സർക്കിൾ ഖുസാമ യൂണിറ്റ് സംഘടിപ്പിച്ച സാഹിത്യോത്സവ് സമാപിച്ചു. പ്രൈമറി, ജൂനിയർ, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായി വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. മത്സരങ്ങൾക്ക് മുസ്തഫ ആലൂർ, നൌഷാദ് കൊല്ലം, റൌഫ് വയനാട് എന്നിവർ വിധി നിർണയിച്ചു. സമാപന സമ്മേളനത്തിൽ യൂണിറ്റ് കൺവീനർ ജലാൽ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. നൌഫൽ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഹബീബ് ആലപ്പുഴ, നിഷാദ് കൊല്ലം, ഷജീർ സൈനി നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. ബാലുശ്ശേരി കിനാലൂർ മർക്കസുൽ ഹിദായ വാദി അൽ ബുർഹാനിൽ നടന്നുവന്ന ദേശീയതല ഖുർആൻ ഹിഫ്ള് പാരായണ മത്സരങ്ങൾ സമാപിച്ചു. SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കേരളത്തിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും സുന്നി സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. മത്സരം ഇന്നും തുടർന്നു. വൈകിട്ട് 3 മണിയോടെ നടന്ന സമാപന സമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ ഹിഫ്ള് പാരായണ മത്സരത്തിലെ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും സൌദ് ഖലീഫ അൽ ഫുഖാഇ നാഷണൽ ഹോളി ഖുർആൻ അവാർഡും വിതരണം ചെയ്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ആദർശ പ്രസ്ഥാനം ഉയർക്കൊണ്ട ഭൂമികയിൽ മറ്റൊരു ചരിത്രം കൂടി പിറവിയെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നു. കാന്തപുരം ഉസ്താദ് ചെയർമാൻ. എൻഡോസൾഫാൻ നിർവീര്യമാക്കൽ അവതാളത്തിൽ ദുരിതബാധിതർ വീണ്ടും സമരത്തിന്. തമിഴ്നാട്ടിലെ സെൻട്രൽ ജയിലുകൾക്ക് ഭീകരസംഘടനയായ അൽഖായിദയുടെ ഭീഷണി. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ CA-കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യൻ ബാലൻ. ആദ്യഘട്ട വോട്ടിംഗ്. ബീഹാറിൽ 49 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. കാസർഗോഡ് ജില്ലാ സമസ്ത മുഷാവറ നാളെ. കാന്തപുരം ഉസ്താദ് സംബന്ധിക്കും. സഖാഫി പണ്ഡിതന്മാരുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ച് ഇതര സംസ്ഥാനങ്ങളിലെ സഖാഫി സംഗമങ്ങൾക്ക് നാളെ തുടക്കം. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.